എവറസ്റ്റ് കഴിഞ്ഞാൽ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വത ശിഖരം, അതാണ് ഗൗരീശങ്കർ. ഗൗരീശങ്കരം എന്ന പേര് പലയിടങ്ങളിലും വീട്ടുപേരായി ഞാൻ കണ്ടിട്ടുണ്ട്. ഗൗരീശങ്കർ എന്ന പേരുള്ള ആളുകളെയും എനിക്കടുത്തറിയാം. പക്ഷേ അത് ഹിമാലയത്തിലെ 23,405 അടി പൊക്കമുള്ള പുണ്യതയാർന്ന ഗിരിനിരയായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഭാരതത്തിന്റെ കാലാവസ്ഥ മാത്രമല്ല, സംസ്കാരവും സമ്പത്തും ആധ്യാത്മികതയും ചരിത്രഗതിയും നിർണയിച്ചത് ഇതേ ഹിമാലയം തന്നെ. വൈദേശിക ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തി ഭാരതത്തെ സംരക്ഷിച്ചതിൽ ഈ ഗിരിനിരകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഗൗരീശങ്കരത്തിന്റെ വലതുഭാഗത്തായി മേൽഭാഗം അല്പം പരന്നു കാണുന്ന പർവ്വതമാണ് മിലുങ്സ്റ്റേ. അതിന് തെല്ലകലയായി ചുക്കിമാംഗോ എന്ന കൊടുമുടിയും നമുക്ക് കാണാം. ചുക്കിമാംഗോയ്ക്ക് 20,660 അടി പൊക്കമേ ഉള്ളൂ എങ്കിൽ മിലുങ്സ്റ്റേക്ക് 23,560 അടി ഉയരമുണ്ട്. ഇരുവർക്കും തമ്മിൽ 3,000 അടിയിലേറെ വ്യത്യാസമുണ്ട്. ഹിമഗിരികൾക്കും ഹിമാലയത്തിനു മുകളിൽ അറിയപ്പെടാതെ കിടക്കുന്ന എത്രയോ കൊടുമുടികളാണുള്ളത്. മനുഷ്യരാശിയുടെ ശോഭനമായ നാളേക്കായി, ലോക സമാധാനത്തിനായി മനസ്സിനെ വാനോളമുയർത്തിയ ഋഷി പരമ്പരകൾ തപസ്സു ചെയ്തത് ഇവിടെയായിരിക്കണം. വ്യാസൻ മുതൽ വിവേകാനന്ദൻ വരെയുള്ള ഋഷി പരമ്പരകൾക്ക് ജ്ഞാനസിദ്ധി നൽകിയ മണ്ണാണ് ഹിമാലയം. കാളിദാസൻ മുതൽ ശിവരാമകാന്ത് വരെയുള്ള കവിവര്യന്മാർക്ക് പദസമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച മണ്ണും ഹിമാലയം തന്നെ. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഈ കൊടുമുടിയിലെ പല ഗിരിനിരകളുടെയും പേര് വന്നു ചേർന്നിട്ടില്ല. ഫെറാഗോ, നമ്പാർ, കർയോല്ലൂങ് എന്നീ പർവ്വതനിരകളാണ് അകലെ കാണുന്നത്. ഹിമാലയാത്രയിലെ അതിശൈത്യം ബാധിച്ച ഗിരിനിരകളാണ് ഇവയെല്ലാം. പണ്ട് കുട്ടിക്കാലത്ത് ഹിമാലയം, കൈലാസം എന്നിവയെല്ലാം ആദ്യം കാണുന്നത് ഉത്സവപ്പറമ്പുകളിലെ നൃത്തനാടകങ്ങളിലായിരുന്നു. കഥകളെല്ലാം പുരാണവുമായി ബന്ധപ്പെട്ടത്. സ്റ്റേജിൽ ശിവനും പാർവതിയും ഋഷിമാരും, പിന്നിൽ കർട്ടനിൽ വരച്ചിട്ട മഞ്ഞുരുകി ഒലിക്കുന്ന ഹിമാലയത്തിന്റെ ചിത്രങ്ങൾ. ഹിമാലയമെന്ന് കേൾക്കുമ്പോൾ ഇന്നും ആദ്യം മനസ്സിലോർമ്മ വരുന്നത് ആ ഉത്സവപ്പറമ്പുകളിലെ ഹിമാലയത്തിന്റെ ആദ്യ കാഴ്ചകളെ ഒരിക്കൽ കൂടി മനസ്സിലെത്തിക്കുന്നതാണ് കൺമുന്നിൽ കാണുന്ന ഈ കാഴ്ച. സമുദ്രത്തിലേക്കുള്ള ഒരു നദിയുടെ തുടക്കമാണ് ഇവിടെ. പർവ്വതങ്ങളുടെ സംഭാവനകളാണ് നദികൾ. ചെറിയ ചെറിയ അരുവിയായി, പിന്നെ വലിയ നീരൊഴുക്കായി, നദിയായി, സമുദ്രമായി അത് മാറും. ഭാരതത്തിന്റെ നീരുറവ കൂടിയാണ് ഈ പർവ്വതരാജൻ. ഹിമാലയത്തിൽ നിന്നുത്ഭവിക്കുന്ന വലുതും ചെറുതുമായ നിരവധി ജലപ്രവാഹങ്ങളുണ്ട്. ഭാരതത്തെ സമ്പൽ സമൃദ്ധമാക്കുന്ന നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ പിറവിയെടുക്കുന്നത് ഹിമാലയത്തിൽ നിന്നുമാണ്. ചെറിയ നീരുറവകളായി തുടങ്ങി പിന്നീട് വലിയ നദിയായി രൂപം കൊണ്ട് ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കും ശതകോടി വളർത്തുമൃഗങ്ങൾക്കും പക്ഷിജാലങ്ങൾക്കും തെളിനീര് നൽകി അവ സമൃദ്ധമായി ഒഴുകി ഒടുവിൽ ആഴക്കടലിൽ അഭയം കണ്ടെത്തുന്നു. 26,089 അടി പൊക്കമുള്ള ചോയൂങ് പർവ്വതവും ഏതാണ്ട് അത്ര തന്നെ ഉയരമുള്ള ഗായ്ചാങ് കൊടുമുടിയുമാണ് അകലെ കാണുന്നത്. സമസ്ത ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും വിതച്ച മണ്ണിൽ ഹിമാലയമെന്ന ഈ പർവ്വതനിരയ്ക്കുള്ള ആധ്യാത്മിക സ്ഥാനം അതുല്യമാണ്. ശോഭനമായി ജീവിക്കേണ്ട ഒരിടമാണ് ലോകമെന്ന് ധ്യാനത്തിലൂടെ തെളിയിച്ച സന്യാസിവര്യന്മാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകത്തിനും സുഖവും സന്തോഷവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച ഭാരതത്തിന്റെ ചിന്താപദ്ധതി രൂപം കൊണ്ടത് ഹിമാലയത്തിന്റെ ഈ മണ്ണിൽ നിന്നുമാണ്. അതിശൈത്യത്തിന്റെ മരവിപ്പിൽ തപോധനന്മാർ സ്ഫുടം ചെയ്തെടുത്ത തീഷ്ണമായ പ്രപഞ്ച സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഹിമാലയത്തിന്റെ കൊടുമുടികളിൽ നിന്നായിരുന്നു. ഭാരതത്തിന്റെ കാലാവസ്ഥ മാത്രമല്ല, സംസ്കാരവും സമ്പത്തും ആധ്യാത്മികതയും ചരിത്രഗതിയും നിർണയിച്ചതും ഇതേ ഹിമാലയം തന്നെ.
ഏതാനും കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഹിമാലയത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടിയായ സാഗർമാത എന്ന മൗണ്ട് എവറസ്റ്റിൽ എത്താം. സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത കാഴ്ചകളാണ് കൺമുന്നിൽ. അഴകിൽ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന ഒരനുഭവം. ഓരോ നിമിഷം കഴിയുന്തോറും 50-100 കിലോമീറ്ററാണ് കൺമുന്നിൽ താണ്ടുന്നത്. 2400 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന പർവ്വത ശിഖരമാണ് ഹിമാലയം. ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾ ഹിമാലയത്തിന്റെ സുഹൃതം പങ്കിടുന്നുണ്ട്. ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന, പാകിസ്ഥാൻ എന്നീ 5 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഗിരിനിര. (29,029 അടി പൊക്കത്തിൽ 8,848 മീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയം എന്ന കൊടുമുടിയുടെ മുകളിൽ കൂടി എന്റെ ബുദ്ധ എയർവേസ് പറന്നുകൊണ്ടേയിരുന്നു. അങ്ങകലെ വാനോളം പൊക്കത്തിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഗിരിശൃംഗമാണ് സാഗർമാത എന്ന മൗണ്ട് എവറസ്റ്റ്. സമുദ്രങ്ങളുടെ അമ്മ എന്നർത്ഥമുള്ള സാഗർമാത എന്ന പേരാണ് നേപ്പാളിൽ പ്രചാരത്തിലുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 29,029 അടി പൊക്കത്തിൽ നിൽക്കുന്ന മൗണ്ട് എവറസ്റ്റ്. ഹിമാലയത്തിലെ മഹാലാംഗൂർ റേഞ്ചിലാണ് എവറസ്റ്റിന്റെ സ്ഥാനം. എവറസ്റ്റ് എന്ന കൊടുമുടിയെ കാൽക്കീഴിലാക്കാൻ എത്രയോ വട്ടം പരിശ്രമങ്ങൾ മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. മിക്കവയും അവസാനിച്ചത് മഹാദുരന്തങ്ങളിലാണ്. എന്നാൽ 1953 മെയ് 29 എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും ചേർന്നാണ് ഈ ഹിമവൽ സാനുവിനെ കാൽച്ചുവെട്ടിൽ ഒതുക്കിയത്. അതിസാഹസികരായ ആ യുവാക്കൾ എവറസ്റ്റിനെ കീഴടക്കാൻ തങ്ങളുടെ ഉറച്ച കാൽപാദങ്ങൾ ചവിട്ടി നടന്നത് ഒരുപക്ഷെ ഈ വഴിയിലൂടെ ആകാം. 17 വട്ടത്തെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷമാണ് ടെൻസിംഗും ഹിലാരിയും ഒടുവിൽ വിജയം വരിച്ചത്. ടെൻസിംഗിന്റെയും ഹിലാരിയുടെയും പേരുകൾ ചരിത്രത്തിൽ ഇടം നേടി. പക്ഷേ അവർക്ക് വഴികാട്ടിയായി വന്ന ആട്ടിടയന്മാരായ ഷെർപ്പകളുടെ പേരുകൾ നമ്മൾ ചരിത്രത്തിലെങ്ങും കണ്ടില്ല. വിജയത്തിന്റെയും കീഴടക്കലിന്റെയും ചരിത്രത്തിൽ ഇങ്ങനെ ചില ഇരുണ്ട അധ്യായങ്ങൾ കൂടി ഉണ്ടാകാം. എവറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഭാരതീയർ അഭിമാനത്തോടെ ഓർക്കുന്ന പേരാണ് വിജേന്ദ്രി പാലിന്റേത്. 0 ഡിഗ്രിക്കു താഴെ തണുപ്പുള്ള മഞ്ഞുപാളികൾ കടന്ന് അതിസാഹസികമായി ഹിമാലയത്തിലെത്തി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ധീരവനിതയാണ് ഭാരതത്തിന്റെ വിജേന്ദ്രി പാൽ. ഉത്തരകാശിക്കാരിയായി പെൺകൊടി തന്റെ 30ാമത്തെ വയസ്സിലാണ് 29,029 അടി നടന്നുകയറി ഹിമാലയത്തിന്റെ നെറുകയിൽ തൊട്ട് ചരിത്രം സൃഷ്ടിച്ചത്. വിജേന്ദ്രി പാൽ എന്ന ഭാരതത്തിന്റെ ഇതിഹാസ വനിതയുടെ ധീരതയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം ഞാൻ ശിരസ് നമിച്ചുപോയി. മഞ്ഞുമലകളുടെ നിരപ്പിൽ നിന്നും 8,848 മീറ്റർ പൊക്കമുണ്ട് എവറസ്റ്റിന്. എവറസ്റ്റിന്റെ ഇടത്തും വലത്തുമായി കാണുന്ന ആ പൊക്കം കുറഞ്ഞ കൊടുമുടികളാണ് നുസ്തേയും ലുസ്തേയും. നുസ്തേക്ക് 25,771 അടിയും ലുസ്തേക്ക് 27,940 അടിയും പൊക്കമുണ്ട്. രാജകിങ്കരന്മാരെ പോലെ കൊടുമുടികളുടെ രാജാവായ എവറസ്റ്റിന് കാവലായി നിൽക്കുകയാണ് ഇരുവരും. ഹിമാലയത്തിന്റെ മക്കളിൽ ഏറ്റവും ഉന്നതനായ സാഗർമാത എന്ന എവറസ്റ്റിനെ എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി. വർഷത്തിൽ 360 ദിവസത്തിൽ 3/4 ദിവസവും മഞ്ഞുമൂടിക്കിടക്കുന്ന എവറസ്റ്റ്. ഹിമാലയത്തിന്റെ കൊടുമുടിയായ എവറസ്റ്റ് മഞ്ഞുപുതപ്പ് മാറ്റി എനിക്കായി പുഞ്ചിരി പൊഴിച്ചു നിൽക്കുന്നു. ഒരുപക്ഷെ മൂടൽ മഞ്ഞുകൊണ്ട് മറഞ്ഞ അവസ്ഥയിലായിരുന്നു എവറസ്റ്റെങ്കിൽ എന്റെ ഈ യാത്ര തന്നെ വിഫലമായേനെ. ഈ മഹാസാനുക്കളിൽ തപം ചെയ്ത ഋഷിവര്യന്മാരുടെയും മഹാമുനികളുടെയും എണ്ണമറ്റ നന്മകൾ, അവർ ലോകത്തിന് പ്രദാനം ചെയ്ത ജീവസുറ്റ ചിന്താധാരകൾ, മഹത്തുക്കളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണിന്റെ പുണ്യം എല്ലാം ഒത്തുചേരുമ്പോൾ എന്റെ ഈ യാത്ര ധന്യമാവുകയാണ്. ഞാൻ കണ്ടതെല്ലാം എന്റെ പ്രേക്ഷകർക്ക് അതേപടി പകർന്നു നൽകണം. ആ ഒറ്റ ചിന്തയായിരുന്നു എന്റെ മനസ്സു നിറയെ. സാഗർമാത എന്ന മൗണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ കാഴ്ചകൾ ഞാൻ ഹൃദയത്തിൽ ആവോളം പകർത്തി. ഭൂമി എങ്ങനെയാണോ ഉണ്ടായത് അതേപടി തന്നെ കിടക്കുകയാണ് ഇവിടെ. ഇന്നലെ വരെ താഴെ നിന്നു മാത്രം കണ്ട ഹിമാലയ പർവ്വതം ഇന്നാദ്യമായി ഞാനിതാ മുകളിൽ നിന്ന് കാണുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള
മനുഷ്യനിർമ്മിത യന്ത്രങ്ങൾക്ക് കടന്നുകയറാൻ പറ്റാത്ത മണ്ണ്, പിറന്നപടി തന്നെ കിടക്കുന്ന ഭൂമിയുടെ കാഴ്ച ഞാൻ ഏറെ കൗതുകത്തോടെയും താല്പര്യത്തോടെയും കണ്ടുനിന്നു. വിമാനത്തിന്റെ പ്രൊപ്പല്ലറുകൾക്കിടയിലൂടെ കാണുമ്പോൾ പുമോരിയും ചമങ്ലയും എവറസ്റ്റുമെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇന്നലെ വരെ ചിത്രങ്ങളിലൂടെ മാത്രം കണ്ടിരുന്ന ഹിമാലയം ഇന്നിതാ മഹർഷിവര്യന്മാരുടെ അനുഗ്രഹത്താൽ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ കാണുകയാണ്. ഒടുവിൽ ഞാൻ ഹിമാലയ പർവ്വതത്തിന്റെ ഓരോ കൊടുമുടികളോടും യാത്ര പറഞ്ഞു. എവറസ്റ്റേ വിട, ഗൗരീശങ്കരമേ വിട. നിന്റെ മഹാസാനുക്കളിൽ പറന്നിറങ്ങിയ ഒരു ചിത്രശലഭം മാത്രമാണ് ഞാൻ. മന്നൊന്തരങ്ങളായി നിങ്ങൾ കാത്തുസൂക്ഷിച്ച പൂമ്പടിയുടെ ഒരു തരി മാത്രം ഞാൻ എടുത്തുകൊണ്ട് എന്റെ നാട്ടിലേക്ക് തിരികെ പറക്കുകയാണ്. നീ തന്ന കാഴ്ചകളെല്ലാം പ്രേക്ഷകരിലെത്തിക്കണം. അതൊന്നു മാത്രമായിരുന്നു എന്റെ ചിന്ത. താഴെ ഹിമാലയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന നദികൾ, അവ ജീവൻ നൽകുന്ന കാഠ്മണ്ഡുവിന്റെ ഹരിതാഭയാർന്ന ഭൂമി. നേപ്പാളിന്റെ പച്ചപ്പിലും കാഠ്മണ്ഡുവിന്റെ താഴ്വരയിൽ വീശിയടിക്കുന്ന കാറ്റിലും ഹിമാലയത്തിന്റെ സൗരഭ്യമുണ്ട്. ഇവിടെ കാറ്റിന് സുഗന്ധം എന്നു പാടിയ കവി ഒരിക്കലെങ്കിലും ഈ താഴ്വാരത്തിലൂടെ കടന്നുപോയിരിക്കണം. മഞ്ഞു പുതച്ചു കിടക്കുന്ന ഹിമാലയത്തിന്റെ കാഴ്ചകൾ മനസ്സിൽ നിന്നും മരം കോച്ചുന്ന തണുപ്പ് ശരീരത്തിൽ നിന്നും ഇനിയും വിട്ടുപോയിട്ടില്ല. ബുദ്ധ എയർവേസ് താഴ്ന്നു താഴ്ന്നു പറന്ന് കാഠ്മണ്ഡു എയർപോർട്ടിലിറങ്ങി. താഴെ ഇറങ്ങുമ്പോൾ മറ്റൊരു വിസ്മയം കൂടി എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബുദ്ധ എയർവേസ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ഞാൻ ഹിമാലയത്തിനു മുകളിൽ കാൽ തൊട്ടു നടന്നിട്ടില്ല, പക്ഷേ എനിക്കും ഹിമാലയവുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന മേലെഴുത്തുള്ള ഒരു സാക്ഷ്യപത്രം. അതും നന്ദിയോടെ ഞാൻ സ്വീകരിച്ച് മനസ്സു നിറയെ സന്തോഷവും ക്യാമറ നിറയെ ഹിമാലയൻ കാഴ്ചകളുമായി ഞാൻ നേപ്പാൾ എന്ന സൗന്ദര്യ ഭൂമികയുടെ മറ്റൊരു കാഴ്ച തേടി എന്റെ യാത്ര തുടർന്നു.